ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി. എല്ലാ ഭക്തജന്മാർക്കും നമസ്കാരം. രാമായണത്തെ ആമുഖമായിട്ട് ഒരു ഭാഗം നമ്മൾ പറഞ്ഞു വെച്ചു. രാമായണത്തെ ആശ്രയിക്കേണ്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്. പട്ടാഭിഷിക്തനായിട്ടുള്ള രാമനെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ധാരാളം ആശ്രയഭാവങ്ങൾ ഭഗവാൻ കാണിച്ചു തരുന്നു. നമുക്കതൊക്കെ ഭഗവാനെ ആശ്രയിക്കാനുള്ള മാർഗം തന്നെയാണ്. ശ്രീരാമചന്ദ്രനിടത്തായി സീതയും മുന്നിൽ ഹനുമാനും ലക്ഷ്മണനും തഥാ പിന്നിൽ ഇടത്തായി ഭരതൻ ശത്രുഘ്നനും മുന്നിൽ വിഭീഷണൻ സുഗ്രീവൻ അംഗദൻ ജാമ്പവാൻ മറ്റ് കവിവീരരും മുനിദേവകളും ഋഷി നാരദാഗസ്ത്യരും പൗരരും സ്ത്രീകളും മന്ത്രിമാരും സ്തുതി ചെയ്യുന്നു രാമനാം ശ്രീ വിഷ്ണുഭക്തരായി. ഞാനും ഹരിയെ നമിക്കുന്നു സർവഥാ. എൻ്റെ രാമായണത്തിലെ വരികളാണ്. ബാലഭാഷിതം എന്ന പേരിൽ എഴുതിയത്. 5-8 കൊല്ലമായി എഴുതിയിട്ട് അതിപ്പോൾ സെക്കൻഡ് എഡിഷനാണ്. ആവശ്യക്കാർക്കത് കൊടുക്കുന്നുണ്ട്. 300 രൂപയാണ് അതിൻ്റെ വില. പോസ്റ്റൽ ചാർജ് വേറെയും വേണം. ഫോൺ നമ്പർ തന്നു കഴിഞ്ഞാൽ അത് അയച്ചു തരും. ഭാഗവതം സംജ്ഞാസംഗ്രഹം എന്ന പേരിലും രാമായണം ബാലഭാഷിതം എന്ന പേരിലും ദേവീ മഹാത്മ്യം കഥോപാസന എന്ന പേരിലും ഭദ്രകാളി മഹാത്മ്യം ദാരുകവധം എന്ന പേരിൽ ഗദ്യമായിട്ട് ഇപ്പോൾ പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട്. 1200 രൂപയാണ് ഒരു സെറ്റ് പുസ്തകത്തിൻ്റെ വില. അത് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെയുള്ള പൈസയാണ്. 9048039304 എൻ്റെ ഫോൺ നമ്പർ. അത് വിളിച്ച് എത്ര കോപ്പിയാണ് വേണ്ടത് വെച്ചാൽ പറഞ്ഞ് അയച്ചു തരും. ശ്രീ ഗുരുവായൂരപ്പ. ഓം കർണാഞ്ജലി സമ്പുടൈരഹരഹ സമ്യക് പിബത്യാദരാത് വാൽമീകേർ വദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു ജന്മവ്യാധിജരാവിപത്തിമരണൈ അത്യന്ത സോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോ പദം ശാശ്വതം. ആരാണോ സ്ഥിരമായിട്ട് വളരെ ആദരവോട് കൂടിയിട്ട് രാമായണ കഥ കേൾക്കണത്, വാൽമീകിയുടെ മുഖത്തു നിന്നും ഒഴുകി വന്നതായിട്ടുള്ള ലവകുശന്മാരെ പഠിപ്പിച്ചതായിട്ടുള്ള ഈ രാമായണം, ആ മധുരം തേൻ ആരാണോ കഴിക്കുന്നത് അവർക്ക് സംസാരം ജന്മം ഉണ്ടാവില്ല, ആധിവ്യാധികൾ ഉണ്ടാവില്ല, അതേപോലെ ആപത്തുകളൊന്നും ഉണ്ടാവില്ല. മരണം പോലും അറിയാതെ അനായാസേന സംഭവിക്കുമെന്ന് സാരം. അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹിമേ കൃപയാ ശംഭോ ത്വയി ഭക്തിം അചഞ്ചലം. അപ്പോൾ രാമനോട് ഭഗവാനെ ഭക്തി തരണേ എന്ന് പ്രാർത്ഥിക്കാം. മഹാദേവൻ വഴി നമുക്കത് ലഭിക്കുമാറാകട്ടെ. അങ്ങനെയാണ് അതിൻ്റെ നിയമം. അതുകൊണ്ടാണ് സംസാരം കടക്കാൻ ഇതിലും നല്ലൊരു മാർഗം രാമായണം പോലെ ഇല്ല. ഭക്തി ഗ്രന്ഥങ്ങൾ രാമായണവും ഭാഗവതവും വളരെ പ്രധാനം. അതേപോലെ ശ്രീമദ് ഭാഗവതവും ശ്രീ ഗുരുവായൂരപ്പ. എല്ലാ ഗ്രന്ഥങ്ങളും ഒരുപോലെ തന്നെയാണ്. എങ്കിലും നമുക്കൊക്കെ ബലമായിട്ടുള്ളത് ഈശ്വരനാണ്. പക്ഷീണാം ബലം ആകാശം, മത്സ്യാനാം ഉദകം ബലം, ദുർബലസ്യ ബലം രാജ, ബാലാനാം രോദനം ബലം, ക്ഷത്രിയാണാം ബലം സൈന്യം, ആധിതപ്തബലം വൈദ്യ, പത്നീബലം ഭർതൃഭക്തി, ഭക്താനാം ബലം ഈശ്വര. ചിറകില്ലാഞ്ഞാൽ ആകാശത്തിലൂടെ പക്ഷികൾക്ക്
സഞ്ചരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആകാശം തന്നെയാണ് സുരക്ഷിത സ്ഥാനം പക്ഷികൾക്ക്. മത്സ്യങ്ങൾക്ക് ജലം തന്നെ വേണം. ദുർബലർക്ക് യഥാർത്ഥത്തിലുള്ള നല്ല രാജാവിൻ്റെ സഹായമാണ് വേണ്ടത്. കുട്ടികൾക്ക് കരഞ്ഞാൽ ആണ് കുട്ടിക്ക് പാല് കിട്ടുക. എന്ത് കാര്യം സാധിക്കാൻ കരയാണ് ചെയ്യുക. ക്ഷത്രിയന്മാർക്ക് ഈ സൈന്യമാണ് ബലം. ബലം എന്ന് പറഞ്ഞാൽ തന്നെ സൈന്യമാണ് കേട്ടോ. രോഗം ബാധിച്ച ഒരാൾക്ക് വൈദ്യനും മരുന്നുമാണ് ബലം. പത്നിക്ക് സ്ത്രീകൾക്ക് ഭർത്താവാണ് ബലം. അതേപോലെ ഭക്തന്മാർക്ക് ഈശ്വരനാണ് ബലം എന്ന് സാരം. കാലക്രമത്തിൽ പല മാറ്റവും വരും ലോകത്തിനും ദേഹചിത്തത്തിനും സ്ഥിരം ദുഃഖം സുഖം ഭാഗ്യ നിർഭാഗ്യമായി വരും ചക്രമുഖം പോൽ അടിമേൽ കറങ്ങവേ. അപ്പോൾ ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചക്രത്തിൻ്റെ മുഖം മുകളിൽ വരും, ക്രമേണ സൈഡിൽ വരും, പിന്നെ താഴെ വരും, പിന്നെ പിൻഭാഗത്ത് വരും, പിന്നെ മുകളിൽ വരും. ഇങ്ങനെയാണ്. അതേപോലെ നമ്മുടെ ഭാഗ്യം ഇങ്ങനെ മാറി മാറി വരും. കാലം ഇങ്ങനെ മാറി മാറി വരും. ഋതുക്കൾ ഇങ്ങനെ മാറി വരും. ദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും പല പല ഭാവഹാവാദികൾ മാറ്റം വരും. അതേപോലെ തന്നെയാണ് ദുഃഖവും വരും, സുഖവും വരും, ഭാഗ്യവും വരും, നിർഭാഗ്യവും വരും ഒക്കെ. നമ്മളതിനെ മുഴുവൻ അതുമാത്രമാണെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഭഗവാനെ ആശ്രയിക്കുക. ഇത് കാലക്രമേണ ജഗത പരിവർത്തമാന ചക്രാര പങ്ക്തിരിവ ഗച്ഛതി ഭാഗ്യപങ്ക്തി. കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിലേ ഉള്ളൂ. ആരാ നമ്മളെ രക്ഷിക്കുക? ആരും നമ്മളെ രക്ഷിക്കില്ല. എങ്കിലും നമ്മൾ കടമകളൊക്കെ ചെയ്യണം. അച്ഛനും അമ്മയും രക്ഷിക്കും ബാലരെ, വൃദ്ധരെ ശുശ്രൂഷ ചെയ്യുന്നു മക്കളും, മാതൃ പിതൃ ഗുരു മുത്തച്ഛൻ തൊട്ടവർ ശ്രാദ്ധപിണ്ഡങ്ങളാൽ തൃപ്തി തേടും ദൃഢം. സാമാന്യനെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ അതിന് പുത്രന്മാർ വേണ്ടേ? പുത്രന്മാർ വേണം. രാമായണം തുടങ്ങുന്നത് തന്നെ അനപത്യതാ ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള ഈ ദശരഥൻ്റെ ദുഃഖം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ദുഷ്ടരാജാക്കന്മാർ, ദുഷ്ടരാക്ഷസന്മാർ, അസുരന്മാർ, അവരെ കൊണ്ട് ഭൂമി അങ്ങോട്ട് നിറഞ്ഞു. ഭൂമിക്ക് ഭാരം താങ്ങാൻ വയ്യാണ്ടേ. അപ്പോൾ ഭൂമി ഇന്ദ്രനോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം. ഇന്ദ്രനെ കൂട്ടിയാൽ പറ്റില്ല, ദേവകളെ കൂട്ടിയാൽ പറ്റില്ല. അവരങ്ങനെ നേരെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. ബ്രഹ്മാവ് മഹാദേവനെ കൂട്ടി പാലാഴിയിൽ ചെന്ന് അതിൻ്റെ തീരത്ത് ചെന്ന് പുരുഷ സൂക്തങ്ങളെ കൊണ്ടൊക്കെ നന്നായിട്ട് സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ തന്നെ പ്രത്യക്ഷമായി പറഞ്ഞു, ഞാൻ ഭൂമിയിൽ അവതാരം ചെയ്യാം. വലിയ സന്തോഷമായി. ഭഗവാൻ പറഞ്ഞത് അതിഥി കശ്യപന്മാർക്ക് വാമനനായിട്ട് ഞാൻ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഇത് ത്രേതായുഗത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ദ്വാപരയുഗത്തിലാണ് വാമനനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവുക. എനിക്കത്രേ പറയാൻ പറ്റൂ. കാരണം ഇപ്പോൾ വാമനനാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കാലത്താണ് വാമനൻ ജനിച്ചത് നിശ്ചയില്ല. ദ്വാപരാന്ത്യത്തിലാണ് കൃഷ്ണനായിട്ട് വന്നത്. കൃതയുഗത്തിലാണ് വൃഷ്ണിഗർഭനായിട്ട് വന്നത്. ത്രേതായുഗത്തിലാണ് ദശരഥന് കൗസല്യയിൽ അതിഥി കശ്യപന്മാർ തന്നെയാണ് അവർക്ക് പുത്രനായത് രാമനായിട്ട്. 4 ഭാവത്തിൽ രാമൻ ഭഗവാൻ തന്നെ, പിന്നെ അനന്തൻ ശേഷൻ ലക്ഷ്മണനായിട്ട് വന്നു, ശംഖ് ഭരതനായിട്ട് വന്നു, ചക്രം ശത്രുഘ്നനായിട്ട് വന്നു. മേടമാസത്തിൽ മധുമാസം, മേടം രാശി, കർക്കിടക ലഗ്നം, 4-ാം പാദം എന്നൊക്കെ പറയണു. ശുക്ലപക്ഷ നവമി വെച്ചാൽ വെളുത്ത പക്ഷത്തിലുള്ള നവമി. സൂര്യോദയത്തിന് 5 ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ, ഭൂമി എന്നുള്ള അർത്ഥത്തിൽ. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി എന്നാണ് വരിക. ശനി, രാഹുകേതുക്കളും.
ഞായർ സൂര്യൻ, തിങ്കൾ സോമൻ ചന്ദ്രൻ, ചൊവ്വ അംഗാരകൻ, ബുധൻ വ്യാഴം ഗുരു ബൃഹസ്പതി, ശുക്രൻ വെള്ളി, അസുരഗുരു ദേവഗുരുവും അസുരഗുരു, വ്യാഴവും വെള്ളി. പിന്നെ ശനീശ്വരൻ സൂര്യൻ്റെ പുത്രൻ. പിന്നെ രാഹു കേതുക്കൾ. അങ്ങനെ 9 ഗ്രഹം. അതിൽ 5 ഗ്രഹം ഉച്ചസ്ഥായിയിൽ. ഇങ്ങനെ ഭഗവാന്റെ അവതാരത്തെ പറഞ്ഞു. ഭഗവാൻ അവതരിക്കാനുള്ള കാരണങ്ങൾ ഭൂമിയുടെ ഭാരം കൂടിയതാണ്. ഇവിടെ സന്ദർഭത്തെ വിവരിക്കുന്നു. ദശരഥന് 3 പത്നിമാർ, കൗസല്യ, സുമിത്ര, കൈകേയി. 3 ഭാര്യമാർക്കും പുത്രന്മാരില്ല. ദശരഥന് പ്രായം കുറേയായി. 60,000 50,000 എന്നൊക്കെ പറയും. അന്നത്തെ കാലം ഇന്നത്തെ കാലം ഒന്നും നോക്കണ്ട, അത്രയും വയസ്സുണ്ട്. ഇന്നത്തെ കാലത്തൊന്ന് കൂട്ടുക. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു ഒന്ന് കൂട്ടുക. 50 വയസ്സ് 60 വയസ്സ് ആ പ്രായം. പുത്രന്മാരില്ല. അപ്പോൾ വസിഷ്ഠനാണ് ദേവഗുരു. വസിഷ്ഠനാണ് അവിടെ രാജഗുരു ആയിട്ടുള്ളത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ ചെയ്യുക, ഇപ്പോൾ സന്താനം ഉണ്ടായിട്ടില്ല വെച്ചാൽ ഒക്കെ വിഷമാണ്. അപ്പോൾ പുത്രകാമേഷ്ടി ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു. ശാന്തയുടെ ഭർത്താവ് ഋഷ്യശൃംഗൻ അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പുത്രകാമേഷ്ടി ചെയ്തു. അതിൽ ഒരു പായസം പൊന്തി വന്നു. പായസം അഗ്നി ഭഗവാനാണ് കൊണ്ടുവന്നത്. അത് രാജാവിന് കൊടുത്തു. രാജാവ് അത് കൗസല്യയ്ക്കും കൈകേയിക്കും ആയിട്ട് കൊടുത്തു. സുമിത്രയുടെ കാര്യം മറന്നിട്ടാവില്ല. എന്തായാലും അങ്ങനെ ഉണ്ടായിരുന്നു കുട്ടിയാൽ മതി. ഭഗവാന്റെ ഇച്ഛ, അത്രയേ ഉള്ളൂ. കൗസല്യയും കൈകേയും അത് അവർക്ക് കിട്ടിയതിൻ്റെ നേർപകുതി സുമിത്രയ്ക്ക് കൊടുത്തു. അപ്പോൾ പകുതി പായസം കഴിച്ചത് സുമിത്രയാണ്. കൗസല്യയും കൈകേയും 1/4 ഭാഗം വീതം കഴിച്ചു. കൗസല്യയ്ക്ക് ശ്രീരാമൻ മകനായി, കൈകേയിക്ക് ഭരതൻ മകനായി, സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും മക്കളായി. കൗസല്യ കൊടുത്ത പായസത്തിൻ്റെ ബന്ധം കൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനും എപ്പോഴും വേർപിടാതെ നിന്നു. കൈകേയി കൊടുത്ത പായസം കാരണം ഭരതനും ശത്രുഘ്നനും എപ്പോഴും കൂടെ നിന്നു. അവർ ജാതകർമാദി കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ബാലലീല കുറേശ്ശെ കാണിക്കാൻ തുടങ്ങി. ബാലലീല സ്വതേ വിസ്തരിച്ച് പറയുന്നുണ്ട്. കമിഴൽ, പിന്നെ മുട്ടുകുത്തി നടക്കൽ, പശുക്കളുടെ വാല് തൂങ്ങിയിട്ട് നിൽക്കാൻ പഠിക്കൽ, നടക്കാൻ പഠിക്കൽ, അതേപോലെ വെണ്ണ കക്കൽ, വെണ്ണ, പാല്, തൈര്, ഇതൊക്കെ സ്വന്തം ഗൃഹത്തിനും അന്യഗ്രഹത്തിനും ഒക്കെ കക്കലുണ്ട്. അതേപോലെ തന്നെ ഊണ് കഴിക്കാൻ വരാതിരിക്കുക, ചളിയോട് കൂടിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും മടിയിൽ ചെന്നിരിക്കുക, ഒളിച്ച് കളിക്കുക, മിമിക്രി കാണിക്കുക. ശ്രീകൃഷ്ണൻ ബാലലീലയിൽ എന്തൊക്കെ കാണിച്ചു അതൊക്കെ ശ്രീരാമനും കാണിക്കുന്നുണ്ട്. അത് അധ്യാത്മരാമായണത്തിൽ 10-15 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞിരിക്കണു. വാൽമീകി രാമായണത്തിൽ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞിരിക്കണു. അങ്ങനെ ബാലലീലയൊക്കെ കഴിഞ്ഞു. ബാലലീല കഴിയാങ്ങനില്ല. ഉപനയനാദി കാര്യങ്ങൾ ചെയ്തു. വിദ്യാഭ്യാസം വസിഷ്ഠൻ്റെ വക ചെയ്തു. പരീക്ഷകളൊക്കെ പാസ്സായിട്ടുള്ള ആ കുട്ടികൾ സുഖമായിട്ട് കഴിയണു. ആ സമയത്താണ് വിശ്വാമിത്രൻ ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് വന്നു. വിശ്വാമിത്രന് യാഗം ചെയ്യാൻ സാധിക്കണില്ല. വിശ്വാമിത്രൻ സ്വതവേ ക്ഷത്രിയനാണ്, പിന്നീട് ബ്രാഹ്മണനായതാണ്, ബ്രഹ്മർഷിയായിരുന്നു. അപ്പോൾ യാഗം ചെയ്യാൻ പ്രയാസമൊന്നുമില്ല, തടുക്കണവരെ വധിക്കാനൊക്കെ പറ്റും. പക്ഷേ യാഗദീക്ഷ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആയുധം എടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണില്ല. പിന്നെ ചില ഉദ്ദേശങ്ങളുണ്ട്. അങ്ങനെ ദശരഥ രാജാവിനോട് പറഞ്ഞു, യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ പറഞ്ഞയക്കണം, രാമനെയും ലക്ഷ്മണനെയും പറഞ്ഞയക്കണം എന്നാ. അയ്യോ, അപ്പോൾ അത് പറ്റില്ല,
കുട്ടികളാണ് അവർ, ഞാൻ വരാം എന്ന് പറഞ്ഞു. അല്ല, അങ്ങ് വന്നിട്ട് കാര്യമില്ല, ഇവരെന്നെ വരണമെന്നാ വാശി പിടിച്ചു. അപ്പോൾ വസിഷ്ഠനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ വസിഷ്ഠൻ അതിൻ്റെ ഉത്തരം രാമൻ്റെ ആജ്ഞ സ്വീകരിച്ച് പറഞ്ഞു. ഇവർ പല ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ് യാത്രയാവേണ്ടത്, അതിനാണ് വിശ്വാമിത്രൻ വന്നത്. അങ്ങത് വഴിയെ മനസ്സിലാക്കും, ഈശ്വരന്മാരാണ് ഇവർ, സ്വകാര്യമായിട്ട് പറഞ്ഞു. രാമ അവതാരം വിഷ്ണു തന്നെയാണ് എന്ന് പറഞ്ഞു. ശേഷൻ ആണ് ഈ ലക്ഷ്മണൻ, ശംഖാണ് ഭരതൻ, സുദർശന ചക്രമാണ് ശത്രുഘ്നൻ. അപ്പോൾ അതുകൊണ്ട് വിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞയച്ചു. ഭഗവാന്റെ കോദണ്ഡം എന്ന വില്ല്, ശാർംഗം എന്ന വില്ല്, സാരംഗം എന്നൊക്കെ പേരുണ്ട്. ആ വില്ലും അമ്പൊക്കെ എടുത്ത് അവനാഴിയൊക്കെ എടുത്ത് രണ്ടാളും യാത്ര ചെയ്യും വിശ്വാമിത്രൻ്റെ ഒപ്പം, രാമനും ലക്ഷ്മണനും. അങ്ങനെ പോണ വഴിക്ക് പല സംവാദങ്ങളും, അതിൻ്റെ കൂട്ടത്തിൽ 2 മന്ത്രം പറഞ്ഞു കൊടുത്തു. ബല, അതിബല. അത് ബല എന്നുള്ളത് വിശപ്പിനെ ഇല്ലാണ്ടേക്കും, ധർമ്മ തൽപരതയാണ് ബല. അതേപോലെ അതിബല എന്നുള്ളത് മനഃശക്തിയാണ്. അപ്പോൾ വിശപ്പ്, ദാഹം, ബല, അതിബല, ധർമ്മ തൽപരത, മനഃശക്തി, ഇതിനുള്ളതാണ് 2 വരങ്ങൾ. ഇത് ലക്ഷ്മണനാണ് കൂടുതൽ ഉപയോഗം, എന്നാലും ശരി അത് രാമനും കൊടുത്തു. അങ്ങനെ പോണ വഴിക്ക് താടകാവനം കടന്നിട്ട് വേണം പോകാൻ. താടക അവിടെ എത്തി. അപ്പോൾ താടകയെ വധിക്കണം എന്ന് പറഞ്ഞു. സ്ത്രീവധം പാടുമോ എന്ന് ചോദിച്ചില്ല. ഗുരു പറഞ്ഞു താടകയെ ഒറ്റാൻ പോണ്ട് വധിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് പാപമില്ല. അങ്ങനെ താടകാവനം കഴിഞ്ഞ് ശുദ്ധമാക്കി തീർത്തു. അവിടെ മറ്റുള്ള മഹർഷിമാർക്കൊക്കെ താമസ യോഗ്യമാക്കി, വാസയോഗ്യമാക്കി. അങ്ങനെ വിശ്വാമിത്രൻ്റെ ആശ്രമം, സിദ്ധാശ്രമം എന്നാണ് പറയുക, സരസ്വതി നദിയുടെ തീരത്താണ്. അവിടെ എത്തി കാവലിൽ നിന്നു. യാഗം തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് മാരീചനും സുബാഹുവും വരണത്. മായകൾ കാണിച്ചുകൊണ്ടാണ്. രാവണൻ്റെ ശിഷ്യന്മാരാണ്, സുഹൃത്തുക്കളുമാണ്. അങ്ങനെ മാരീചനും സുബാഹുവും പല തോന്നിയാസങ്ങളും കാണിച്ചു എന്നാ. യാഗശാല അശുദ്ധമാക്കുക, അതാണ് മായ കാണിച്ചുകൊണ്ട്. മലമൂത്രം, രക്തം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും അവിടെ വല്ലാതെ കണ്ട് ഉപദ്രവിച്ചും കൊണ്ടാണ്. അപ്പോൾ വലിയ വിഷമായി. ഇതിങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാമിത്രൻ സൂചന കൊടുത്തു, ഇതാണ് അവർ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടത് തടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മാരീചനെ ഒരമ്പ ചെയ്തുകൊണ്ട് കടലിലേക്ക് 100 യോജന അങ്ങോട്ട് പറഞ്ഞയച്ചു രാമൻ. സുബാഹുവിനെ ലക്ഷ്മണൻ വധിക്കുകയും ചെയ്തു. മാരീചനെ വധിച്ചില്ല. പിന്നീടും ഒരിക്കലും മാരീചൻ ഇതുപോലെ വന്നിട്ട് യുദ്ധമൊക്കെ ചെയ്യേണ്ട ഈ ശുണ്ഠി തീരാഞ്ഞിട്ട് കേട്ടോ. അപ്പോഴും മാരീചനെ വധിച്ചില്ല എന്ന്. അങ്ങനെ യാഗമൊക്കെ നടത്തി. അപ്പോൾ വിശ്വാമിത്രൻ ഒരുപാട് മന്ത്രങ്ങൾ ഉപദേശിക്കുക, അസ്ത്രശസ്ത്രങ്ങൾ കൊടുക്കുക, ദിവ്യായുധങ്ങളെ കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായി. സമാധാനമാക്കിയതിൻ്റെ ശേഷം അവിടുന്ന് മിഥില യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് മിഥില രാജാവിൻ്റെ, അത് വളരെ വിശേഷപ്പെട്ടതായിട്ടൊരു രാജധാനിയാണ്. അപ്പോൾ അവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞു. പോണ വഴിക്ക് ഒരു കാട്ടുകൂടെ പോകുമ്പോൾ അവിടെ അഹല്യ വസിക്കുന്ന സ്ഥലം, അവിടെ പക്ഷിമൃഗാദികളില്ല, ഒക്കെ ശാന്ത, ഒരു ശബ്ദവും ഇല്ല. എന്താ അതിങ്ങനെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കഥ പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ പുത്രിയായിട്ടുള്ള ഈ അഹല്യ അതിസുന്ദരിയാണ്. ഗൗതമൻ അവിടെ ഉണ്ട്. ഗൗതമന് അഹല്യയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. ബ്രഹ്മാവ് പറഞ്ഞു, കുറേ മഹർഷിമാരുണ്ട് അവിടെ. ഭൂമി 3 തവണ പ്രദക്ഷിണം വെച്ച് വന്നാൽ ആദ്യം വരണയാൾക്ക് മറ്റേ ഈ അഹല്യ പത്നിയാവുമെന്ന് പറഞ്ഞു. അത്രയും സുന്ദരിയാണ് ഈ അഹല്യ. എല്ലാവർക്കും മോഹമുണ്ട്. ബ്രഹ്മാവിൻ്റെ പുത്രിയാണ്. ഗൗതമൻ അവിടെ കാമധേനുവിനെ കണ്ടു. 3 തവണ വേഗം പ്രദക്ഷിണം വെച്ചു, നമസ്കരിച്ചു. ബാക്കിയുള്ളവർക്കൊന്നും യാത്രേനെ വേണ്ടി വന്നില്ല. അപ്പോൾ ബ്രഹ്മാവ് സന്തോഷിച്ചു. കാരണം ഈ പശു അത് ഭൂമിയാണ്.
അപ്പം അതുകൊണ്ട് 3 തവണ ഈ സൂത്രം നാരദൻ പറഞ്ഞു കൊടുത്തതാണ്. ഏതായാലും ഗൗതമൻ അഹല്യയുടെ ഭർത്താവായി. അങ്ങനെ സുഖമായിട്ട് താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ഭയങ്കര എന്താണ് പറയുക, തപശക്തി വളരെ കൂടുതലാണ്. അപ്പോൾ ഗൗതമൻ ഇനി ഇന്ദ്രൻ്റെ ആ സിംഹാസനം ആഗ്രഹിച്ചിട്ടാണോ തപസ് ചെയ്യണതെന്ന് ഇന്ദ്രനൊരു തോന്നൽ. അപ്പോൾ അതൊന്ന് ഇല്ലാണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ കാരണം ഈ പാതിവ്രത്യാണെന്ന് മനസ്സിലായി. അതിന് സഹായം പിൻബലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഇല്ലാണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് സമയം കാത്തിരുന്നു. ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ട് ഗൗതമൻ സമയം തെറ്റിയിട്ട്, അതായത് രാത്രി 1 മണി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് വെളിച്ചായി എന്നങ്ങോട്ട് തോന്നി. എന്താ കാരണം വെച്ചാൽ കോഴി കൂകിയാൽ വെളിച്ചായി എന്നാണ് കണക്ക്. ഇന്ദ്രൻ അവിടെ വന്നിട്ട് കോഴി കൂകണ പോലെ 1 മണിക്കാണ് കൂകി. അപ്പോൾ പെട്ടെന്ന് വേഗം എഴുന്നേറ്റ്, ബാക്കിയൊന്നും നോക്കിയില്ല. നക്ഷത്രങ്ങളെയൊക്കെ നോക്കിയാൽ സമയമൊക്കെ മനസ്സിലാവും, അബദ്ധം അപ്പം മനസ്സിലാവും. പക്ഷേ അത് ഭഗവാന്റെ ഇച്ഛയാണല്ലോ, അപ്പോൾ അത് കാരണം അത് മനസ്സിലായില്ല, നോക്കിയതുമില്ല, ശ്രദ്ധിച്ചുമില്ല. വേഗം കുളിക്കാൻ പോയി. ഗൗതമൻ കുളിക്കാൻ പോയ സമയത്ത് അവിടെ ചെന്നപ്പോൾ സമയം തെറ്റി എന്നുള്ള രീതിയിൽ വേഗം തന്നെ ഈ ഇന്ദ്രൻ ഗൗതമൻ്റെ വേഷത്തിലകത്തേക്ക് കടന്നു. അപ്പോൾ അഹല്യ ചോദിച്ചു, ഇതെന്താ മടങ്ങി വന്നാൽ ചോദിച്ചു. സമയമായിട്ടില്ല, 1 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. പറയണത് ഇന്ദ്രനാട്ടോ. അപ്പോൾ പിന്നെ ഉറക്കം പോയി. അപ്പോൾ അവർ തമ്മിൽ സംഗമിച്ചു. ഇന്ദ്രൻ്റെ ആവശ്യത അഹല്യത അറിഞ്ഞില്ല, പാവം. ഒരു ഇന്ദ്രനാണ് പോവുകയാണ്, കാര്യം കഴിഞ്ഞിട്ട് ഇന്ദ്രൻ പോവുക. അപ്പോൾ ആ സമയത്തേക്ക് ഈ ഗൗതമൻ നദീതീരത്തിൽ ചെന്ന് മേപ്പെട്ട് നോക്കിയപ്പോഴാണ് നക്ഷത്രങ്ങൾ അത് സമയമായിട്ടില്ല. അപ്പോൾ ഇത്രയും നേരത്തെ കുളിക്കേണ്ട ആവശ്യമില്ല, പാടില്ല, അത് വരുണഹേളന. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട വിചാരിച്ച് അവിടെ നിന്ന് പോന്നു. ഈ ഗൃഹത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇന്ദ്രൻ പുറത്തേക്ക് പോകുന്നത്. തൻ്റെ വേഷത്തിൽ വേറൊരാൾ. ഇതെന്താ അത്, ആരാണ്, സത്യം പറയണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ശപിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ വേഗം പേടിച്ച് സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തിനാ വന്നത് എന്നൊക്കെ ചോദിച്ചു. ചോദിക്കാനൊന്നുമില്ല, കാര്യമൊക്കെ മനസ്സിലായി. ഏതായാലും നിനക്ക് ഈ കാര്യത്തിൽ എത്രയും മോഹമാണ് വെച്ചാൽ നിൻ്റെ ദേഹത്ത് മുഴുവൻ ഈ ഭഗം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. 1000 ഭഗം. അങ്ങനെ സഹസ്രഭഗൻ എന്ന ഇന്ദ്രനൊരു പേര് കിട്ടി. അഹല്യാചാരൻ എന്ന പേരും കിട്ടി. അപ്പോൾ മോചനം തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1000 ഭഗങ്ങൾ കൃത്രിമമായിട്ടുള്ള കണ്ണ് എന്ന രീതിയിലാക്കി കൊടുത്തു. 1000 കണ്ണുകൾ മുഴുവൻ ഇല്ലാണ്ടേ ആയില്ല. അപ്പോൾ ഒരു മുറി ഉണങ്ങിയാൽ എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ അത് കണ്ണിൻ്റെ ആകൃതിയിൽ. അങ്ങനെ ഇന്ദ്രനെ പറഞ്ഞയച്ചു. അഹല്യെ അവിടെ തൊഴുത് നിൽക്കുന്നുണ്ട്. നീ എന്താ ഭർത്താവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലേ? ഭർത്താവിൻ്റെ വേഷം കെട്ടിയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആളെ മനസ്സിലാക്കാനുള്ള കഴിവില്ലേ എന്നൊക്കെ ചോദിച്ച്, ഇത് വിചിന്തനം ചെയ്യാത്ത, വിശകലനം ചെയ്യാത്ത ബുദ്ധിയാണ്, അത് കല്ലിൻ്റെ ബുദ്ധിയാണ്, അതുകൊണ്ട് കരിങ്കല്ലായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു. തപസ് ചെയ്യൂ എന്നാണ്. മാത്രമല്ല നിന്നെ ഏകാഗ്രതയിലേക്ക് എത്തിക്കാൻ ഈ കാട് ഞാൻ ജീവികളില്ലാത്ത ഭാവത്തിലാക്കുകയാണ്. സസ്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ കല്ലായിട്ട് ഏകാഗ്രതയിൽ ഒരു ശല്യമില്ലാതെ കണ്ട് അനവധി കാലം തപസ്. എപ്പോഴാണോ ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ച് ഇവിടെ വരും, അന്ന് ആ പാദസ്പർശം കിട്ടിക്കഴിഞ്ഞാൽ നീ മുക്തയാവും എന്നും അനുഗ്രഹിച്ചിട്ട് ഗൗതമൻ പോയി. അപ്പോൾ ആ കാട്ടുകൂടിയാണ് വരണം, രാമനും ലക്ഷ്മണനും ഈ വിശ്വാമിത്രനും കൂടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ ശിലയെ കണ്ടു, പാദസ്പർശം നടത്തി. അഹല്യ വേഗം സ്ത്രീയായി, ഗൗതമ പത്നിയായിട്ടുള്ള അഹല്യായി. വേഗം നമസ്കരിച്ചു, ശാപമുക്തി കിട്ടി, വേഗം ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും യാത്ര. അപ്പോൾ മിഥിലയിലേക്ക് എത്തണം. അപ്പോൾ അതിന് ഗംഗ കടക്കണം. ഒരു നദിയുണ്ട് നടുക്കിൽ, ഒരു ചെറിയ നദിയാണ്. അപ്പോൾ ആ നദി അങ്ങോട്ട് കടക്കണം. പോഷക നദി എന്നോ അല്ലെങ്കിൽ ശാഖ എന്നോ ഒക്കെ പറയാം, ഗംഗയുടെ ശാഖ. ഇപ്പോൾ തോണിക്കാരൻ നിൽക്കേണ്ട അവിടെ. തോണിക്കാരൻ പറഞ്ഞു, ഈ തോണിയിൽ കയറാൻ പറ്റില്ല,
കാരണം ശ്രീരാമൻ കാല് സ്പർശിച്ച് കഴിഞ്ഞാൽ കല്ല് സ്ത്രീയാവും. ഇപ്പോൾ തോണിയും ചിലപ്പോൾ സ്ത്രീയാവും. എൻ്റെ ഭാര്യയുടെ കൂടെ വേറൊരു ഭാര്യ എനിക്ക് വേണ്ട. അതേപോലെ ഈ തോണി സ്ത്രീയായി കഴിഞ്ഞാൽ എനിക്ക് അക്കരെ ഇക്കരെ കടത്തി എന്തെങ്കിലും ആൾക്കാർ തരുന്നത് അതാണ് എൻ്റെ ഉപജീവന മാർഗം. അപ്പോൾ അത് തോണിക്കാരനാണ്, ഉപജീവന മാർഗ്ഗം ഇല്ലാണ്ട് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പരിഹാരമായിട്ട് പറയുന്നത് ഭഗവാന്റെ തൃപ്പാദം കഴുകാനുള്ള അനുവാദമാണ്. ആ പാദധൂളി മുഴുവൻ കഴുകി കളയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു വെച്ചാലും സമ്മതിപ്പിച്ചു. പാദമൊക്കെ കഴുകി വീണ്ടും തോണിയിലേക്ക് കയറി എല്ലാവരും ഗംഗ കടന്നു. അങ്ങനെ രാമൻ ഈ മിഥിലാപുരിയിലെത്തി. അവിടെ ശിവധനുസ് ത്രയംബകം ജനകൻ അതിങ്ങനെ പൂജിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു പന്തയാണ്. ആരാണോ അതിൽ ഞാൻ കെട്ടിയിട്ട് അമ്പ് തുറക്കുന്നത് അവർക്ക് സീതയെ വിവാഹം കഴിച്ചു കൊടുക്കും. ഇതാണ്. അനവധി രാജാക്കന്മാർ വന്ന് പരാജയപ്പെട്ടു. അപ്പോഴാണ് രാമൻ്റെ വരവ്. വിശ്വാമിത്രനും ഒപ്പമുണ്ട്. ഏതായാലും അത് ചെയ്യാമെന്ന് പറഞ്ഞു. സമ്മതമായി. വില്ല് എടുത്തു. ഞാൻ കൂട്ടി കെട്ടി. കെട്ടാൻ പറ്റിയില്ല, എൻ്റെ മുന്നേ വില്ല് പൊട്ടി. അപ്പോൾ അർഹതയായി. സീതയെ വേളി കഴിച്ചു. സീത മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഈ ഉഴവുചാലിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഭൂമിപുത്രിയാണ്. സ്വന്തം മകളായിട്ട് വളർത്തുകയും ചെയ്തു. അങ്ങനെയാണ്. സീതധ്വജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ജനക രാജാവിൻ്റെ പേര്. ജനകപുത്രി എന്ന പേരിൽ അറിയപ്പെട്ടു. ജാനകി. അങ്ങനെ സീതയെ കല്യാണം കഴിച്ചപ്പോൾ ജനകൻ്റെ ഈ സീതധ്വജൻ ഒരു പുത്രിയുണ്ട്, ഊർമിള. ആ ഊർമിളയെ ലക്ഷ്മണൻ. അതുപോലെ സീതധ്വജൻ്റെ അനുജൻ കുശധ്വജൻ, അദ്ദേഹത്തിന് 2 പുത്രിമാരുണ്ട്. മാണ്ഡവി, ശ്രുതകീർത്തി. മാണ്ഡവിയെ ഭരതനെ ശത്രുഘ്നനെ വിളിച്ചു വരുത്തി. അവർക്ക് ഭരതന് മാണ്ഡവിയെ കൊടുത്തു, ശ്രുതകീർത്തിയെ ശത്രുഘ്നന് കൊടുത്തു. ഇവരിലൊക്കെ ഈ 2 കുട്ടികളുണ്ടെന്നാ. ഒരുപാട് കാലം കഴിഞ്ഞിട്ടാട്ടോ. വനവാസമൊക്കെ കഴിഞ്ഞ് 10-24 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 25-26 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ കുട്ടികളുണ്ടാവണം. അല്ലെങ്കിൽ അങ്ങനെയാണ് രാജാക്കന്മാർക്കൊക്കെ കുട്ടികളുണ്ടാവില്ല ഏറ്റു കൊടുക്കുക. ലവനും കുശനും സീതയ്ക്കും രാമനും പുത്രന്മാരായിട്ട് ചിത്രകേതു, അങ്കദൻ, അത് ലക്ഷ്മണൻ്റെ പുത്രന്മാരായിട്ട് ലക്ഷ്മണന് ഊർമിളയിൽ, പിന്നെ ഭരതന് മാണ്ഡവിയിൽ, തക്ഷൻ, പുഷ്കരൻ 2 കുട്ടികൾ. ശത്രുഘ്നന് ശ്രുതകീർത്തിയിൽ സുബാഹു, ധൂപകേതു, ഇങ്ങനെ 2 കുട്ടികൾ. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ 4 പേരും പത്നിമാരും ഈ വിശ്വാമിത്രനും കൂടിയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവരൊക്കെ ഉണ്ട്, അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടിയിട്ടാണ് വന്നത് കല്യാണം കഴിക്കാൻ. ദശരഥനുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. വസിഷ്ഠനുണ്ട്, അമ്മമാരൊക്കെ എല്ലാവരും ഉണ്ട്. അങ്ങനെ പോരുന്ന സമയത്ത് ഒരു ദുർനിമിത്തങ്ങളൊക്കെ കണ്ടപ്പോൾ ദശരഥൻ വല്ലാണ്ട് പേടിച്ചു. വിശ്വാമിത്രനോട് ചോദിച്ചു, വസിഷ്ഠനോട് ചോദിച്ചു, എന്താ അത് ചോദിച്ചു. അപ്പോൾ നിമിത്തങ്ങളൊക്കെ ശുഭമാണ്, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പരശുരാമൻ അവിടെ മുമ്പിലെത്തി. ക്ഷത്രിയ നിഗ്രഹം നടത്തിയ ആളാണ്. 21 വട്ടം പേടിച്ചു. ദശരഥനും പേടിച്ചു. കാല് പിടിച്ചു, നമസ്കരിച്ചു, പൂജിക്കാനൊക്കെ മറന്നു കേട്ടോ. ഏതായാലും രാമനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും കേട്ടുമില്ല, ശ്രദ്ധിച്ചുമില്ല. എൻ്റെ പേരും പറഞ്ഞിട്ട് ഒരാൾ നടക്കണമെന്ന് മനസ്സിലായി. ആരാ നീ എന്നായി. രാമനൊന്നും മിണ്ടിയില്ല. നീയൊരു പഴയ വില്ല് പൊട്ടിച്ചു എന്ന് കേട്ടു. അങ്ങനെ നിനക്ക് പൊട്ടിക്കാൻ പറ്റിച്ച എൻ്റെ ഈ വിഷ്ണു ധനുസ്സുണ്ട്, അതൊന്ന് പൊട്ടിക്കുക. ശിവധനുസ് ത്രയംബകമാണ് അപ്പോൾ പൊട്ടിച്ചതേ. എന്നാൽ ഈ വിഷ്ണു ധനുസ് ഒന്ന് തൊടുക്കാൻ പറ്റിച്ചാൽ ഒരമ്പ് എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ രാമൻ പരശുരാമനിൽ നിന്ന് അത് വില്ലിങ്ങോട്ട് വലിച്ചെടുത്തു എന്നാ, കൊടുത്തു എന്നല്ല, ശരിക്കും വലിച്ചെടുത്തിറക്കുക. എന്നിട്ട് ആ വില്ല് തൊടുത്തു, അതിലൊരമ്പ് വെച്ചു. എവിടേക്കാണ് ലക്ഷ്യം വേണ്ടത് ചോദിച്ചു. രാമബാണോ രാമവാണി, അത് പറഞ്ഞാൽ പിന്നെ പഴക്കില്ല, കാര്യം നടക്കും. അതേപോലെ തന്നെ ബാണം വിട്ട് കഴിഞ്ഞാൽ ലക്ഷ്യം ഭേദിക്കുകയും ചെയ്യും. ഞാൻ എവിടേക്കാണ് ലക്ഷ്യമാക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ഒന്ന് ഈ ബലരാമൻ്റെ പുണ്യം. ഇനി അനവധി ഗുരുസ്ഥാനത്ത് ബലരാമൻ അനവധി ആൾക്കാർക്ക് വിദ്യകളെ പറഞ്ഞു കൊടുക്കും.
അപ്പോൾ അതുകൊണ്ട് ഗുരുസ്ഥാനത്ത് വരും. ആ ഗുരുത്വമാണോ വേണ്ടത്, അതോ ഈശ്വരഭാവമുണ്ട്, വിഷ്ണു എന്ന നിലയ്ക്കാണ് അവതാരം, ആ വിഷ്ണു ശക്തിയാണോ വേണ്ടതെന്നായി. അപ്പോൾ വിഷ്ണു ശക്തി എടുത്തോളൂ, അങ്ങേക്കാണ് ഇനി അതാവശ്യം. അങ്ങിപ്പോൾ എന്തായാലും ഗുരു ആവാൻ പോകുന്നില്ല, ഞാനെന്തായാലും ബ്രാഹ്മണനായതുകൊണ്ട് ഗുരുവായിട്ട് സഞ്ചരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണു ശക്തി ലക്ഷ്യമാക്കിക്കൊള്ളാൻ പറഞ്ഞു. ആ വിഷ്ണു ശക്തിയെ ഭഗവാൻ രാമൻ സ്വീകരിക്കുകയും ചെയ്തു. പരശുരാമൻ പോയി വീണ്ടും അടുത്ത സപ്തർഷിയാവാൻ വേണ്ടിയിട്ട് മന്ദരപർവ്വതത്തിൽ ഇന്നും തപസ് ചെയ്യണു എന്നാണ്. അടുത്ത മന്വന്തരത്തിൽ സപ്തർഷികളായിട്ട് ഇനി അശ്വത്ഥാമാവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരശുരാമനും അതിന് വേണ്ടിയിട്ട് യാത്രയായി. തിരിച്ച് സമാധാനമായി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ട് യാത്രയായി അയോധ്യയിലെത്തി. അങ്ങനെ സീതയോടൊത്ത് 12 വർഷം വളരെ സുഖമായിട്ട് താമസിച്ചു എന്ന് പറയുകയാണ്. അപ്പം അതിന് ശേഷമാണ് ഈ അഭിഷേകത്തിനുള്ള ഒരുക്കവും കൈകേയിയുടെ വരം വാങ്ങലും എന്ന് നമുക്ക് അടുത്തതിന് പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ.